ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഉണ്ടാക്കുന്നതിന് ഒരു ടൂളാണ്. എത്ര വണ്ണത്തിലോ നീളത്തിലോ ഉള്ളതായിക്കോട്ടെ, വളരെ പെട്ടെന്ന് സ്പ്രിംഗ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 ഇഞ്ചിൻ്റെ പട്ട എടുത്തിട്ടുണ്ട്, ഇരുമ്പിൻ്റെ പട്ട. ആദ്യം ഈ ഇരുമ്പിൻ്റെ പട്ടയെ നമുക്ക് 2 ഹോള് ഇട്ട് കൊടുക്കണം. ഏറ്റവും അറ്റത്തായിട്ട് ഒരു 5 mm ഒരു ബിറ്റ് ഇട്ടുകൊണ്ട് ഒരു ഹോളും, അതിൻ്റെ ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഒരു 12 mm 14 mm അത്രയും വണ്ണമുള്ള ഒരു ഹോളും ഇട്ട് കൊടുക്കാം. ഹോൾ ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കിയിരുന്ന ഹാൻഡ് ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി ആവശ്യമില്ല എന്നതാണ് ഈ ഡ്രില്ലിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഹോള് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 3 ഇഞ്ചിൻ്റെ ആണി എടുക്കാം. ആ ആണിയെ നമ്മൾ ഏറ്റവും അറ്റത്തായിട്ട് 5 mm ബിറ്റ് ഇട്ടുകൊണ്ട് ഹോളിട്ട ആ ഭാഗത്ത് കയറ്റി വെക്കാം. അതിനുശേഷം ആ ആണിയെ അവിടെ വെൽഡ് ചെയ്ത് ഉറപ്പിക്കാം. ശേഷം ആണിയെ 1 ഇഞ്ച് നീളത്തിൽ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ നമ്മുടെ ടൂള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സ്പ്രിങ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. സ്പ്രിംഗ് ഉണ്ടാക്കുന്നതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പി നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ കുടയിൽ നിന്നും അതിൻ്റെ ഒരു കമ്പിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എത്ര വട്ടത്തിലുള്ള സ്പ്രിംഗ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും വട്ടത്തിലുള്ള കമ്പി എടുക്കാം, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അതിൽ ഒരു വൈസിലിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ടൂള് കൊണ്ട് ഈ കമ്പിയെ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് ആയി വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വലിയ ഹോളിട്ട ഭാഗത്തുകൂടി നമുക്ക് ആ ഹോളിൽ കൊള്ളുന്ന അത്രയും വണ്ണത്തിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവറോ ഇരുമ്പിൻ്റെ കമ്പിയോ ഉപയോഗിക്കാം. അതിനുശേഷം പതിയെ ചുറ്റി കഴിഞ്ഞാൽ സ്പ്രിംഗ് ആയി വരുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ 12 mm ഹോളാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 12 mm അത്രയും വണ്ണത്തിലുള്ള സ്പ്രിംഗ് മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. എത്രത്തോളം അതിൻ്റെ വട്ടം കൂട്ടുന്നോ അത്രയും നമുക്ക് സ്പ്രിംഗ് ഉണ്ടാക്കാനുള്ള കമ്പിയുടെ വണ്ണവും കൂടി കിട്ടും. ഇനി നമുക്ക് കുറച്ചുകൂടി വട്ടം കൂടിയ ഒരു സ്പ്രിംഗ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പ്ലെയിൻ ആയിട്ടുള്ള കമ്പിയാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ സ്പ്രിംഗ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കമ്പി ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ പറ്റിയുള്ള ഈ ഒരു ടൂളിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ള പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ ഒരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.